വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസീറാസ് ജേണി. അപ്പോൾ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് എവിടേക്കാണെന്നല്ലേ, നമ്മൾ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ മാമാൻ്റെ വീട്ടിലൊരു കുട്ടി വലിയ വിരുന്നാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അതുമാത്രമല്ല, ഇന്ന് ഞാൻ പോയാൽ പിന്നെ ഒരു 10-15 ദിവസം അവിടെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഷോപ്പിംഗ് വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ 2 ബ്രദേഴ്സിൻ്റെ കല്യാണമാണ്. സോ എല്ലാ സാധനങ്ങളും പെട്ടിയിലാക്കി വെച്ചിട്ട് നേരെ വണ്ടിയിൽ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ് ഞാൻ. സാരിയൊക്കെ ഇന്ന് രാവിലെ അടിച്ചിട്ട് കേട്ടോ. ഇത് എൻ്റെ നെഹാൻ്റെയും മാത്രം ലഗേജാണ്. ഇത് ഫുള്ളും ഒരു സമാധാനം. ഇത്രയും ദിവസം ഇന്ന് പാക്ക് ചെയ്തതാണ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ സാധനങ്ങളാണ് ഇതൊക്കെ. അതിനുശേഷം എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റി നേരെ നമ്മളിനി പാലക്കാടോട്ട് പോവാണ്. അത് ഇക്കാൻ്റെ പുതിയ കണ്ണടയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് സീന് കട്ടിയതാണ്, വേറെ ഒന്നുമല്ല. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അല്ലെങ്കിൽ എത്രത്തോളം റെഡ് അലേർട്ടുള്ള സമയത്ത് നമ്മൾ വന്നാലും നമ്മുടെ കാറിൻ്റെ മേലെ ഇത്തിരി പോലും മഴ തട്ടില്ല. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. നല്ല മഴയുണ്ടായിരുന്നു. നല്ല കാർമേഘം മൂടിക്കെട്ടി നല്ല മഴയുണ്ടായിരുന്നു. നമ്മളിന്ന് പോകാൻ പോകുന്നത്, മാമ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് വിരുന്ന് തന്നിട്ടില്ല. സോ കുറേ കാരണങ്ങളായിട്ട് അത് തള്ളി പോയി. അപ്പോൾ അത് ഇന്നാണ് ആ വിരുന്നിനുണ്ട് നമ്മളിന്ന് പാലക്കാട് വരുന്നത്. എൻ്റെ മാമ എനിക്ക് ഉണ്ടാക്കി തന്ന വിഭവങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ കണ്ണ് തള്ളാണ്ടിരിക്കട്ടെ. പിന്നെ നമ്മൾ കൊടുവായൂരിലെത്തിയിട്ട് ആദ്യം പോയത് നമ്മൾ ടോപ്പ് നോട്ട്സിലേക്കാണ്. ടോപ്പ് നോട്ട്സിൽ പോയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും ചോക്ലേറ്റ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെ ഈ ആളുണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ കുട്ടിൻ്റെ സ്ഥിരം സ്റ്റോപ്പിംഗ് സ്ഥലമാണ്, സ്ഥിരം പോണ സ്ഥലമാണ് ഈ ടോപ്പ് നോട്ട്സ്. അതുകൊണ്ട് അവിടുത്തെ എല്ലാ സെയിൽസ്മാനെയും കുട്ടിക്ക് നന്നായി അറിയാം. അവർ ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണല്ലോ വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് അവർ കൈ കൊടുക്കലും അതൊക്കെ ആയിരുന്നു. പിന്നെ പോയത് നമ്മൾ വീട്ടിലേക്കാണ്. വണ്ടിയിൽ കുറേ ലഗേജൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ മാമാൻ്റെ വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് തന്നത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഗുവ ജ്യൂസാണ് തോന്നുന്നു, ഗുവ ജ്യൂസ്. പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ട് അവിടുത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് ആരായാന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയുണ്ടെന്നൊരു ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടത് കോളാറുണ്ട, ഇപ്പോൾ കാണുന്നത് സൂപ്പ്. അത് രണ്ടും സ്റ്റാർട്ടറാണ്. ഇത് കായ്ച്ചാറ്, ഇത് ഹണി ചിക്കൻ. പിന്നെ ഇത് വന്നിട്ട് പായസം, കാരമലൈസ്ഡ് സേമിയ പായസം. പിന്നെ ബിരിയാണി, മട്ടൻ ബിരിയാണി, തൈര് ചട്നി, സാലഡ്, പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടത് മന്തി, പിന്നെ ചില്ലി ചിക്കൻ, പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ, പിന്നെ എണ്ണയിൽ അറിയാത്തത്രയ്ക്കുള്ള സാധനങ്ങൾ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ചിക്കനാണോ മട്ടനാണോ എന്നറിയില്ല. ഒരു കോളാറുണ്ടാവും. പിന്നെ ചിക്കൻ സൂപ്പും. ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചിക്കൻ സൂപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുള്ളായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ ടെക്സ്ചർ കണ്ട, ആ ടെക്സ്ചറിലാണ് മാമ വിൻ ചെയ്യുക. എണ്ണിയാൽ തീരാത്ത ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ മന്തിയുടെ മാമ സ്മോക്കിയാണ്, നമ്മുടെ മന്തിയാണിത്. സോ അതിനുശേഷം നിങ്ങൾ കണ്ടത് ബീഫ് ഡ്രൈ ഫ്രൈ. ഇപ്പോൾ മന്തിയിൽ ഒരു ക്ലോസപ്പ് ഷോട്ട് നിങ്ങളൊക്കെ ഒന്ന് കൊതിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അടുത്തതാണ്. പിന്നെ അടുത്തത് വന്നത് എണ്ണ കത്തിരിക്ക. അങ്ങനെ കുറേയേറെ വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ ടേബിളിൽ ഇങ്ങനെ ചന്തത്തിൽ മൊഞ്ചായിട്ട് ഒരുക്കി വെച്ചിട്ട് കായ്ച്ചാറുണ്ടായിരുന്നു കേട്ടോ. കായ്ച്ചാറ് പറയാൻ മറന്നുപോയി ഞാൻ. അങ്ങനെ ടേബിളിൽ നമുക്ക് കഴിക്കാൻ പ്ലേറ്റ് വെക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ നിറയെ ഫുഡ് ഐറ്റംസ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ മാമാൻ്റെ വിരുന്ന്. ആദ്യം ഞാൻ ട്രൈ ചെയ്തത് മന്തിയായിരുന്നു. മന്തി നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാധനം, ഈ ഹണി ചിക്കൻ, അത് വിങ്സിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. അത് അടിപൊളിയായിരുന്നു. പിന്നെ ബിരിയാണി എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം തന്നെ. പിന്നെ പായസവും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ അത്രയുള്ള വീഡിയോ, ഒരു കുട്ടി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.